രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട്. ആദ്യത്തെ വഴി ദിവസത്തിന്റെ തുടക്കം, മൊബൈൽ നോട്ടിഫിക്കേഷനുകൾ, സ്ട്രെസ്, നെട്ടോട്ടം എന്നിവയോടെ. രണ്ടാമത്തെ വഴി ദിവസത്തിന്റെ തുടക്കം, ശാന്തത, ശക്തി, നന്ദി എന്നിവയോടെ. ഇനി ചിന്തിച്ചു നോക്കൂ, എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് പ്രപഞ്ചത്തോട് വെറും 21 തവണ നന്ദി പറഞ്ഞാൽ എന്തായിരിക്കും മാറുക? ശാസ്ത്രം പറയുന്നു, നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിനെ പുനർനിർമ്മിക്കുന്നുവെന്ന്. ആത്മീയത പറയുന്നു, നന്ദി നിങ്ങളെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നുവെന്ന്. അതുപോലെ മാനിഫെസ്റ്റേഷൻ പറയുന്നു, അത്ഭുതങ്ങളിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നന്ദിയെന്ന്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഏറ്റവും ശക്തമായ 21 നന്ദി അഫർമേഷനുകളാണ്. ദിവസവും രാവിലെ നിങ്ങളിത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം പോലും നിങ്ങൾക്ക് അനുകൂലമായി മാറും. 1. എന്തുകൊണ്ടാണ് നന്ദി പറയേണ്ടത്? നന്ദി എന്ന ഒരൊറ്റ വാക്കിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ദിവസവും ആയിരക്കണക്കിന് കാര്യങ്ങൾ ചിന്തിക്കുന്നു, നൂറുകണക്കിന് തവണ പരാതിപ്പെടുന്നു. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഒരു ദിവസം എത്ര തവണ നന്ദി പറയാറുണ്ട്? നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ വളരെ ശക്തമായ 3 ന്യൂറോ കെമിക്കലുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ആധുനിക ന്യൂറോ സയൻസ് പറയുന്നു. നിങ്ങൾക്ക് പ്രചോദനവും സന്തോഷവും നൽകുന്ന ഡോപാമൈൻ, വിഷാദവും ഉത്കണ്ഠയും ഇല്ലാതാക്കുന്ന സെറോട്ടോണിൻ, പ്രണയ ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന, നിങ്ങളുടെ ഉള്ളിൽ അനുകമ്പയും സ്നേഹബന്ധവും വർദ്ധിപ്പിക്കുന്ന ഓക്സിറ്റോസിൻ. അതായത്, നന്ദി പറയുന്നതിലൂടെ നിങ്ങളുടെ തലച്ചോർ കെമിക്കൽ തലത്തിൽ തന്നെ സുഖം പ്രാപിക്കാനും പുനർനിർമ്മിക്കപ്പെടാനും തുടങ്ങുന്നു. ഇനി നിങ്ങളുടെ ശരീരത്തിന്റെ കാര്യം പറയാം. നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ മുഴുവൻ നാഡീവ്യൂഹത്തെയും ശാന്തമാക്കുന്നു. നിങ്ങളുടെ രക്തസമ്മർദ്ദം സാധാരണ നിലയിലാകുന്നു. നിങ്ങളുടെ പ്രതിരോധശേഷി ശക്തമാകുന്നു. ഏറ്റവും പ്രധാനമായി, നിങ്ങളുടെ ഉള്ളിൽ ഒരു കാന്തിക പ്രകമ്പനം ഉണ്ടാകുന്നു. ഈ പ്രകമ്പനം ഒരു എനർജി ഫീൽഡ് സൃഷ്ടിക്കുന്നു. ഈ എനർജി ഫീൽഡ് നിങ്ങളെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നു. പ്രപഞ്ചം എന്നത് ഊർജ്ജത്താൽ നിർമ്മിതമായൊരു ഫീൽഡാണ്. നിങ്ങൾ ചിന്തിക്കുന്ന, സംസാരിക്കുന്ന, അനുഭവിക്കുന്ന അതേ ഫ്രീക്വൻസിയിലാണ് അത് പ്രതികരിക്കുന്നത്. അതിനാൽ നിങ്ങൾ എപ്പോഴും പരാതിപ്പെടുമ്പോൾ കൂടുതൽ പരാതിപ്പെടാനുള്ള കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നു. എന്നാൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഹൃദയപൂർവ്വം പ്രപഞ്ചമേ നന്ദി എന്ന് പറയുമ്പോൾ കൂടുതൽ നന്ദി പറയാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നു. അതിനാൽ നന്ദി എന്നത് വെറുമൊരു വികാരം മാത്രമല്ല, നിങ്ങളുടെ ബോധത്തെ ഉയർന്ന തലത്തിലേക്ക് മാറ്റുന്നതിനുള്ള താക്കോലാണിത്. എനിക്കെല്ലാമുണ്ട്, ഞാൻ നന്ദിയുള്ളവനാണ് എന്ന ഭാവത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം തടസ്സപ്പെടുന്നില്ല, അത് സ്വതന്ത്രമായി ഒഴുകുന്നു. ഈ അവസ്ഥയിലാണ് മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ നടക്കുന്നത്. അതായത്, നിങ്ങൾ ഇതിനകം തന്നെ സംതൃപ്തനും നന്ദിയുള്ളവനുമായിരിക്കുമ്പോഴാണ് ആകർഷണ നിയമം ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരും സെലിബ്രിറ്റികളും ആത്മീയ ഗുരുക്കന്മാരും ഗ്രാറ്റിറ്റ്യൂഡ് ജേണലുകൾ എഴുതുകയും അഫർമേഷനുകൾ പറയുകയും പ്രപഞ്ചത്തോട് നന്ദി പറയുകയും ചെയ്യുന്നതിന്റെ കാരണമിതാണ്. കാരണം വിജയത്തിന്റെ യഥാർത്ഥ വാതിൽ തുറക്കുന്നത് നന്ദിയിലൂടെയാണെന്ന് അവർക്കറിയാം. ആത്മീയതയും ഇതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ പ്രപഞ്ചത്തോട് ചോദിക്കാതെ തന്നെ നന്ദി പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ നൽകാൻ തുടങ്ങുന്നു. നന്ദി നിങ്ങളെ അഹങ്കാരത്തിൽ നിന്ന് പുറത്തുകൊണ്ടുവന്ന് ആത്മാവുമായി ബന്ധിപ്പിക്കുന്നു. ഇത് നിങ്ങളെ ഇല്ലായ്മയിൽ നിന്ന് സമൃദ്ധിയുടെ മാനസികാവസ്ഥയിലേക്ക് മാറ്റുന്നു. ഏറ്റവും ആഴത്തിലുള്ള കാര്യമെന്തെന്നാൽ, നന്ദി നിങ്ങളെ നിങ്ങളുടെ ഉയർന്ന വ്യക്തിത്വവുമായി ബന്ധിപ്പിക്കുന്നു. അവിടെ നിന്നാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, വിജയം, ആരോഗ്യം, സ്നേഹം, സമൃദ്ധി എന്നിവ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രപഞ്ചത്തിന് എല്ലാ ദിവസവും ഒരേയൊരു സന്ദേശം നൽകുക: നന്ദി, 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 സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നന്ദിയോടെ തുടങ്ങുമ്പോഴാണ് ഈ സന്ദേശം ഏറ്റവും ശക്തമാകുന്നത്. 2. നന്ദിയിലൂടെ മാനിഫെസ്റ്റേഷൻ എങ്ങനെ വേഗത്തിലാക്കാം? നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് എന്നതിലല്ല, മറിച്ച് ആ കാര്യം നിങ്ങൾക്ക് ഇതിനകം ലഭിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ വിശ്വസിക്കുന്നു എന്നതിലാണ് മാനിഫെസ്റ്റേഷന്റെ യഥാർത്ഥ രഹസ്യം ഇരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആരെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാതെ തന്നെ എന്തെങ്കിലും തരുകയും നിങ്ങൾ അവരോട് പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുകയും ചെയ്താൽ അടുത്ത തവണ കൂടുതൽ നൽകാൻ അവർക്ക് പ്രചോദനം ലഭിക്കില്ലേ? പ്രപഞ്ചവും ഇതുതന്നെയാണ് ചെയ്യുന്നത്. പ്രപഞ്ചം ബുദ്ധിപരമായി പ്രതികരിക്കുന്ന ഒരു ഊർജ്ജമാണ്. അത് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ ജീവിക്കുന്നത് ഇല്ലായ്മയിലാണോ അതോ നന്ദിയിലാണോ എന്ന്. മാനിഫെസ്റ്റേഷനിൽ ആളുകൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ് ഇതാണ്. അവർ വെറുതെ ചോദിക്കുന്നു, ഹേ പ്രപഞ്ചമേ, എനിക്ക് പണം തരൂ, എനിക്ക് കാറ് വേണം, വീട് വേണം. എന്നാൽ തങ്ങളുടെ കൈവശം ഒന്നുമില്ലാത്തതുപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് അവർ ചോദിക്കുന്നത്. ഈ ചിന്ത അവരെ വീണ്ടും ഒന്നുമില്ലാത്ത യാഥാർത്ഥ്യത്തിലേക്ക് തള്ളിയിടുന്നു. എന്നാൽ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ, പ്രപഞ്ചമേ നന്ദി, എനിക്ക് വേണ്ടതെല്ലാം എന്റെ പക്കലുണ്ട്. അപ്പോൾ പ്രപഞ്ചം ആശയക്കുഴപ്പത്തിലാകും. ഇവന്റെ പക്കൽ എല്ലാമുണ്ടോ എങ്കിൽ ഇവന് കൂടുതൽ നൽകാം എന്ന് വിചാരിക്കും. ആകർഷണ നിയമത്തിന്റെ യഥാർത്ഥ അർത്ഥമിതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെയല്ല, മറിച്ച് നിങ്ങൾ എന്താണോ അതിനെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. അതായത്, നിങ്ങളുടെ വാക്കുകളിലൂടെയുള്ള ആഗ്രഹങ്ങളെയല്ല, നിങ്ങളുടെ ഫ്രീക്വൻസിയെയാണ് നിങ്ങൾ ആകർഷിക്കുന്നത്. നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾ ഇതിനകം സമൃദ്ധിയും അനുഗ്രഹവും സംതൃപ്തിയുമുള്ള ഒരു ഫ്രീക്വൻസിയിലേക്ക് മാറുന്നു. നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിൽ ഡോപാമൈൻ, സെറോട്ടോണിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും
അത് നിങ്ങളെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്നും ന്യൂറോളജി പറയുന്നു. ഉയർന്ന വൈബ്രേഷനുള്ള വൈകാരിക അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഫ്രീക്വൻസിയുമായി നിങ്ങൾ പൊരുത്തപ്പെടാൻ തുടങ്ങുന്നു. ഇതാണ് യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ. അതിനാൽ നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല, അത് സ്വയം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാൻ തുടങ്ങും. 3. എങ്ങനെ രാവിലെ 21 നന്ദി അഫർമേഷനുകൾ പരിശീലിക്കാം? പലരും നന്ദി പറയുന്നതിനെ വെറുമൊരു ആശയമായി മാത്രമാണ് കാണുന്നത്. എന്നാൽ ഇതിനെ ഒരു എനർജി പരിശീലനമാക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ യാഥാർത്ഥ്യത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കും. അത്ഭുതങ്ങൾ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പ്രപഞ്ചത്തിന് വ്യക്തമായ സന്ദേശം നൽകാൻ രാവിലെ ഉണർന്ന് 21 നന്ദി അഫർമേഷനുകൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഘട്ടം ഘട്ടമായുള്ള പ്രഭാതശീലം. 1. രാവിലെ കണ്ണു തുറന്നയുടനെ മൊബൈൽ നോക്കരുത്. ആദ്യത്തെ കാര്യം, കിടക്കയിൽ തന്നെ കണ്ണുകളടച്ച് 1 മിനിറ്റ് ദീർഘമായി ശ്വാസമെടുക്കുക. നിങ്ങളുടെ ഹൃദയമിടിപ്പ് മാത്രം കേൾക്കുക. നിങ്ങളുടെ ഉള്ളിലെ സമാധാനം അനുഭവിക്കുക. 2. ഇനി നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ആത്മാവുമായി ബന്ധം സ്ഥാപിക്കുക. എന്നിട്ട് പതുക്കെ പറയുക, നന്ദി പ്രപഞ്ചമേ. അല്പനേരം നിർത്തുക. ഈ ചെറിയ വാചകത്തിന്റെ പ്രകമ്പനം നിങ്ങളുടെ ശരീരം മുഴുവൻ അനുഭവിക്കുക. 3. ഇനി ഓരോന്നായി 21 അഫർമേഷനുകൾ പറയുക. ഓരോ അഫർമേഷനോടൊപ്പവും നിങ്ങളത് സങ്കൽപ്പിക്കുക. നിങ്ങൾ പറയുന്ന കാര്യം ഇതിനകം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതായി സങ്കൽപ്പിക്കുക. നിങ്ങൾ ആ നിമിഷത്തിലാണ് ജീവിക്കുന്നതെന്ന് അനുഭവിക്കുക. ഈ വികാരമാണ് പ്രപഞ്ചത്തെ ഉണർത്തുന്നത്. 4. 21 ദിവസം തുടർച്ചയായി പരിശീലിക്കുക, ഒരു ഇടവേളയും ഇല്ലാതെ. ഇതിൽ കുറുക്കുവഴികളൊന്നുമില്ല. ഇതൊരു പുനർനിർമ്മാണ പ്രക്രിയയാണ്. നിങ്ങൾ 21 ദിവസം രാവിലെ ഈ അഫർമേഷനുകൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് പുതിയ വിശ്വാസങ്ങളാൽ നിറയും. 5. ബോണസ് ടെക്നിക്കുകൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയാം, ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ധ്യാനിക്കുന്ന രൂപത്തിലിരുന്നും പറയാം, ഇത് കൂടുതൽ ആന്തരിക നിശബ്ദതയും ആഴവും നൽകും. നന്ദി എന്നത് വെറുമൊരു വാക്കല്ല, പ്രപഞ്ചത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന ഒരു കാന്തിക ശക്തിയാണിത്. രാവിലെ പ്രപഞ്ചം മുഴുവൻ ശാന്തമായിരിക്കുമ്പോൾ, എല്ലാ ഫ്രീക്വൻസികളും വ്യക്തമായിരിക്കുമ്പോൾ നന്ദി ഏറ്റവും വേഗത്തിൽ പ്രവർത്തിക്കുന്നു. 4. 21 ശക്തമായ നന്ദി അഫർമേഷനുകൾ. 1. നന്ദി പ്രപഞ്ചമേ, എനിക്കിന്ന് ഒരു ദിവസം കൂടി നൽകിയതിന്. എന്നെ തന്നെ മെച്ചപ്പെടുത്താനും എന്റെ സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവടുകൂടി അടുക്കാനും ഒരവസരം കൂടി നൽകിയതിന്. ഓരോ പ്രഭാതവും കേവലം ഉറക്കത്തിൽ നിന്നുണരൽ മാത്രമല്ല, മറിച്ച് ആത്മാവിന്റെ പുതിയ തുടക്കമാണെന്ന് ഞാൻ അറിയുന്നു. ജീവൻ എന്ന ഈ സമ്മാനത്തിന് പ്രപഞ്ചമേ നന്ദി. 2. നന്ദി എന്റെ ശരീരമേ, എല്ലാ ദിവസവും എന്നോടൊപ്പം നിൽക്കുന്നതിന്. ഞാൻ നിന്നെ ശ്രദ്ധിച്ചാലുമില്ലെങ്കിലും നീ എനിക്കായി ഓരോ നിമിഷവും പ്രവർത്തിക്കുന്നു, ശ്വസിക്കുന്നു, ചലിക്കുന്നു, ജീവിക്കാൻ അനുവദിക്കുന്നു. എന്റെ ശരീരമേ നന്ദി, നീയാണ് എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. 3. നന്ദി എന്റെ മാതാപിതാക്കളെ, എനിക്ക് ഈ ജീവൻ എന്ന ഉപഹാരം നൽകിയതിന്. നിങ്ങൾ കാരണമാണ് ഞാൻ ഈ ലോകത്തുള്ളത്. നിങ്ങളുടെ ഓരോ പോരാട്ടങ്ങളും ത്യാഗങ്ങളുമാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത്. അച്ഛാ, അമ്മേ, നിങ്ങളുടെ നിശബ്ദമായ ത്യാഗങ്ങൾക്കും നിരുപാധികമായ സ്നേഹത്തിനും നന്ദി. 4. നന്ദി എന്റെ ചിന്തകളെ, ഏത് സാഹചര്യത്തിലും എനിക്ക് പുതിയതായി എന്തെങ്കിലും ചിന്തിക്കാനുള്ള കരുത്തു നൽകുന്നതിന്. എന്റെ ചിന്തകളാണ് എന്റെ ഭാവി നിർമ്മിക്കുന്നത്. ഇന്ന് എനിക്ക് പോസിറ്റീവായ ദിശയിൽ ചിന്തിക്കാൻ കഴിയുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ്. എന്റെ സ്രഷ്ടാക്കളായ എന്റെ ചിന്തകൾക്ക് നന്ദി. 5. നന്ദി എന്റെ ഭവനമേ, നീ വെറും ഇഷ്ടികകളും മതിലുകളും മാത്രമല്ല, എനിക്ക് സുരക്ഷയും ശാന്തതയും ജീവനും നൽകുന്ന എന്റെ പുണ്യസ്ഥലമാണ്. സമാധാനത്തിന്റെ എന്റെ ക്ഷേത്രമായ വീടിന് നന്ദി. 6. നന്ദി ആ തെറ്റുകൾക്ക് എന്റെ ഏറ്റവും വലിയ അധ്യാപകരായി മാറിയതിന്. എന്നെ വീഴ്ത്തിയെങ്കിലും എങ്ങനെ എഴുന്നേൽക്കണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. പരാജയങ്ങളെ നന്ദി, വിജയത്തിന് ഒരിക്കലും പഠിപ്പിക്കാൻ കഴിയാത്തത് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. 7. നന്ദി എന്നെ തള്ളിക്കളയുകയും ഉപേക്ഷിക്കുകയും തകർക്കുകയും ചെയ്തവരെ, കാരണം നിങ്ങളാണ് എന്നെ ശക്തനാക്കിയത്, എന്നെ എന്നിലേക്ക് തന്നെ അടുപ്പിച്ചത്. എന്നെ വെറുക്കുന്നവരെ നന്ദി, അറിയാതെയാണെങ്കിലും നിങ്ങൾ എന്റെ ശക്തി രൂപപ്പെടുത്തി. 8. നന്ദി എന്റെ ആത്മാവെ, ഒരിക്കലും തോറ്റുകൊടുക്കാത്തതിന്, ഇരുട്ടിലും എനിക്ക് വെളിച്ചം കാണിക്കുന്നതിന്, എല്ലാ ദിവസവും എന്നെ സത്യത്തിലേക്കും കരുണയിലേക്കും ആത്മജ്ഞാനത്തിലേക്കും നയിക്കുന്നതിന്. എന്റെ ആത്മാവെ നന്ദി, എന്റെ ആന്തരിക വഴികാട്ടിയായതിന്. 9. നന്ദി ഈ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾക്കും, എന്നെ ഇന്നത്തെ ഞാനാക്കി മാറ്റിയ ഓരോ സന്തോഷത്തിനും വേദനയ്ക്കും പാഠങ്ങൾക്കും. ജീവിതമേ നന്ദി, യാഥാർത്ഥ്യവും മാറ്റങ്ങൾ വരുത്തുന്നതുമായതിന്. 10. നന്ദി എന്നെ ചിരിപ്പിച്ച ആ നിമിഷങ്ങൾക്ക്, ജീവിതം ബുദ്ധിമുട്ടാണെങ്കിലും ചിരിയിൽ ഇപ്പോഴും മാന്ത്രികതയുണ്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ചതിന്. ചെറിയ സന്തോഷങ്ങളെ നന്ദി, നിങ്ങളാണ് എന്റെ നിശബ്ദരായ രോഗശാന്തിക്കാർ. 11. നന്ദി പ്രപഞ്ചത്തിന്റെ ഓരോ സൂചനകൾക്കും, എനിക്ക് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിനും വഴികാട്ടുന്നതിനും. അത് ആകസ്മികതയായാലും ഏതെങ്കിലും നമ്പറായാലും അല്ലെങ്കിൽ അപരിചിതന്റെ വാക്കായാലും എല്ലാ സന്ദേശങ്ങളും ദൈവീകമാണ്. പ്രപഞ്ചമേ നന്ദി, എപ്പോഴും വഴികാട്ടുന്നതിനും. 12. നന്ദി ആ സമൃദ്ധിക്ക്, അത് പതിയെ പതിയെ എന്നിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പണമായാലും അവസരങ്ങളായാലും ബന്ധങ്ങളായാലും
ഏതു രൂപത്തിലുള്ള സമൃദ്ധിയെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സമൃദ്ധിയെ നന്ദി, ഞാൻ തയ്യാറാണ്. 13. നന്ദി, എന്റെ സ്വപ്നങ്ങളെ ഓരോ ദിവസവും എന്നെ പ്രചോദിപ്പിക്കുന്നതിന്, സാധാരണക്കാരനിൽ നിന്ന് അസാധാരണക്കാരനാകാനുള്ള തീ എനിക്ക് നൽകുന്നതിന്. സ്വപ്നങ്ങളെ നന്ദി, എന്റെ ആത്മാവിന്റെ നിർമ്മാണത്തിനായി എന്റെ സ്വപ്നങ്ങളെ നിർമ്മിക്കുന്നതിന്. 14. നന്ദി, എന്റെ വാതിലിൽ മുട്ടുന്ന ആ അവസരങ്ങൾക്ക്. എനിക്കവ കാണാൻ കഴിഞ്ഞാലുമില്ലെങ്കിലും പ്രപഞ്ചം എനിക്കായി നിരന്തരം വഴികൾ തുറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രപഞ്ചമേ നന്ദി, ഞാൻ ഇതുവരെ കാണാത്ത ഓരോ തുറന്ന വാതിലുകൾക്കും. 15. നന്ദി, എന്റെ യാത്രയിൽ മറഞ്ഞിരിക്കുന്ന ആ പാഠങ്ങൾക്ക്. ഓരോ തടസ്സങ്ങളിലും ഒരനുഗ്രഹമുണ്ട്. ഓരോ കാലതാമസത്തിനു പിന്നിലും കൃത്യമായ ഒരു ദൈവീക സമയമുണ്ട്. വെല്ലുവിളികളെ നന്ദി, നിങ്ങൾ എന്നെ സ്വർണമായി മിനുക്കിയെടുക്കുന്നു. 16. നന്ദി, എന്റെ വളർച്ചയുടെ ഭാഗമായ എല്ലാവർക്കും. അത് സുഹൃത്തായാലും ഗുരുവായാലും അപരിചിതനായാലും എന്റെ ആത്മാവിന്റെ പരിണാമത്തിൽ എല്ലാവർക്കും ഒരു പങ്കുണ്ട്. ആത്മാവിന്റെ കൂട്ടമേ നന്ദി, നിങ്ങളുടെ സാന്നിധ്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. 17. നന്ദി, എന്റെ കാഴ്ചപ്പാടിന്. അതിപ്പോൾ ഓരോ ദിവസവും കൂടുതൽ വ്യക്തവും ശാന്തവും ശക്തവുമായി മാറുന്നു. എന്റെ ചിന്തകളാണ് എന്റെ ശക്തി. കാഴ്ചപ്പാടേ നന്ദി, നീയാണ് എന്റെ മാന്ത്രികവടി. 18. നന്ദി, പണത്തിന്റെ ഒഴുക്കിന്. അത് ഇപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് സ്ഥിരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോൾ കുറവുകളില്ല, നന്ദി മാത്രമേയുള്ളൂ. പണമേ നന്ദി, പ്രതീക്ഷിച്ചതും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ എന്നിലേക്ക് എത്തുന്നതിന്. 19. നന്ദി, എന്റെ വ്യക്തതയ്ക്ക് ഓരോ തീരുമാനങ്ങളിലും എന്നെ ശാന്തനാക്കുന്നതിന്. ഞാനിപ്പോൾ ആശയക്കുഴപ്പത്തിലല്ല, ദൃഢവിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. ആന്തരിക ജ്ഞാനമേ നന്ദി, എനിക്ക് ശരിയായ വഴി കാണിച്ചു തരുന്നതിന്. 20. നന്ദി, ആ ദൈവീക ശക്തിക്ക് അതെപ്പോഴും എന്നെ താങ്ങി നിർത്തുന്നു. എനിക്ക് എന്നെ തന്നെ താങ്ങാൻ കഴിയാത്തപ്പോൾ എന്റെ ഉള്ളിലും എനിക്ക് ചുറ്റുമുള്ള ആ ശക്തിക്ക് നന്ദി. ദൈവീകമേ നന്ദി, എപ്പോഴും എന്നോടൊപ്പം നടക്കുന്നതിന്. 21. നന്ദി, പ്രപഞ്ചമേ, ഓരോ നിമിഷവും എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിന്. എന്റെ ഓരോ വികാരവും കേൾക്കുകയും ഓരോ പ്രകമ്പനത്തിനും പ്രതികരിക്കുകയും ചെയ്യുന്നതിന്. ഞാൻ വിശ്വാസത്തോടെ കീഴടങ്ങുന്നു. പ്രപഞ്ചമേ നന്ദി, ഞാൻ അനുരൂപനാണ്, ഞാൻ അനുഗ്രഹീതനാണ്, ഞാൻ തയ്യാറാണ്. 5. ദിവസവും ഈ 21 നന്ദി പറഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ഈ 21 നന്ദി അഫർമേഷനുകൾ ദിവസവും രാവിലെ പറയുമ്പോൾ നിങ്ങൾ വെറുതെ വാക്കുകൾ പറയുകയല്ല, മറിച്ച് പ്രപഞ്ചത്തിനൊരു വ്യക്തമായ സന്ദേശം അയക്കുകയാണ്. സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. മനുഷ്യനെ ഏറ്റവും ഉയർന്ന മാനസികവും ആത്മീയവുമായ അവസ്ഥയിലെത്തിക്കുന്ന ഒരു വികാരമാണ് നന്ദി അഥവാ കൃതജ്ഞത. രാവിലെ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ മുഴുവൻ നാഡീവ്യൂഹത്തെയും നിങ്ങൾ ശാന്തമാക്കുന്നു. നിങ്ങളുടെ 95% ജീവിത തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സിലേക്ക് എനിക്ക് ധാരാളം കാര്യങ്ങളുണ്ട് എന്ന ചിന്ത ആഴത്തിൽ വേരൂന്നാൻ തുടങ്ങുന്നു. ഈ വികാരം ശക്തമാകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഊർജ്ജ ഫ്രീക്വൻസി മാറാൻ തുടങ്ങുന്നു. ആകർഷണ നിയമം പറയുന്നത് പോലെ എല്ലാം ഊർജ്ജമാണ്. ശ്രദ്ധ എവിടെയാണോ അങ്ങോട്ട് ഊർജ്ജമൊഴുകുന്നു. അതിനാൽ നിങ്ങളുടെ ശ്രദ്ധ നന്ദിയിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ഊർജ്ജവും ശരീരവും വാക്കുകളും ആ പ്രഭാവലയവുമെല്ലാം ചേർന്ന് പ്രപഞ്ചത്തിന് വ്യക്തമായൊരു സന്ദേശം നൽകുന്നു. എനിക്ക് കൂടുതൽ നൽകുക. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി അലിഞ്ഞുപോകാൻ തുടങ്ങുന്നു. കാരണം നന്ദിയോടൊപ്പം ഭയത്തിനോ ദേഷ്യത്തിനോ ഉത്കണ്ഠയ്ക്കോ നിലനിൽക്കാനാവില്ല. നിങ്ങൾ അത്ഭുതങ്ങളെ ആകർഷിക്കാൻ തുടങ്ങുന്നു. കാരണം നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ നിലവിലുള്ള നല്ല കാര്യങ്ങളിലാണ്. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുന്നു. കാരണം നന്ദി നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും അതുവഴി രോഗശാന്തിക്കുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. സാമ്പത്തിക സ്ഥിതിയും പണത്തിന്റെ ഒഴുക്കും വർദ്ധിക്കുന്നു. കാരണം നിങ്ങൾ കുറവുകൾക്ക് പകരം സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുന്നു. കാരണം നിങ്ങൾ ഓരോ മനുഷ്യരിലെയും നന്മകൾ കാണാൻ തുടങ്ങുന്നു. ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വിശ്വാസം തോന്നാൻ തുടങ്ങുന്നു. പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടാകുന്നു. ഈ വിശ്വാസം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പ്രപഞ്ചമേ എന്ന് പറയുമ്പോൾ പ്രപഞ്ചം നിങ്ങളെ നോക്കി പറയും, ഇവനെ നമുക്ക് കൂടുതൽ അനുഗ്രഹിക്കാം. 6. വേഗത്തിലുള്ള ഫലങ്ങൾക്കുള്ള ബോണസ് ടിപ്പുകൾ. വെറുതെ നന്ദി പറഞ്ഞാൽ മാത്രം മാനിഫെസ്റ്റേഷൻ വേഗത്തിലാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അതെ എന്നാണ് ഉത്തരം. എന്നാൽ ഈ 3 ശക്തമായ ടെക്നിക്കുകൾ കൂടി ഇതിനോടൊപ്പം ചേർത്താൽ ഈ നന്ദി ഒരു റോക്കറ്റിന്റെ വേഗതയിൽ ഫലം നൽകാൻ തുടങ്ങും. 1. രാവിലെ ഉണരുമ്പോൾ നാം പലപ്പോഴും മൊബൈൽ പരിശോധിക്കുന്നു. വാർത്തകൾ, നോട്ടിഫിക്കേഷനുകൾ, വാട്സാപ്പ് അല്ലെങ്കിൽ ലോകത്തെ മറ്റ് ബഹളങ്ങളിൽ കുടുങ്ങുന്നു. എന്നാൽ ദിവസവും വെറും 5 മിനിറ്റ് തികച്ചും ശാന്തമായിരുന്ന് കണ്ണുകളടച്ച് സ്വന്തം ശ്വാസത്തെ മാത്രം ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഊർജ്ജ സംവിധാനത്തിനും പ്രപഞ്ചവുമായി താളത്തിലാകാൻ കഴിയും. ഈ നിശബ്ദതയിൽ നിന്നാണ് എല്ലാ അത്ഭുതങ്ങളും ജനിക്കുന്നത്. അഫർമേഷനുകൾ പറയുന്നതിനു മുൻപുള്ള ഈ 5 മിനിറ്റ് നിശബ്ദത നിങ്ങളുടെ ഓരോ വാക്കുകളിലും ആഴവും ശക്തിയും നിറയ്ക്കുന്നു. 2. വിഷ്വലൈസേഷൻ. അത് ഇതിനകം നിങ്ങളുടേതാണെന്ന് സങ്കൽപ്പിക്കുക. വെറുതെ നന്ദി പറഞ്ഞാൽ മാത്രം പോരാ, അത് അനുഭവിക്കേണ്ടതും സങ്കൽപ്പിക്കേണ്ടതും അത്യാവശ്യമാണ്. പ്രപഞ്ചമേ നന്ദി, എനിക്ക് സമൃദ്ധിയുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ പക്കൽ പണവും സന്തോഷവും ആരോഗ്യവും അവസരങ്ങളുമുണ്ടെന്ന് കണ്ണടച്ച് സങ്കൽപ്പിക്കുക.
നമ്മുടെ തലച്ചോറിന് സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ലെന്ന് ന്യൂറോസയൻസ് പറയുന്നു. അതിനാൽ നിങ്ങൾ വീണ്ടും വീണ്ടും സങ്കല്പിക്കുമ്പോൾ പ്രപഞ്ചം ആ ചിത്രത്തെ യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിച്ചു തുടങ്ങുന്നു. 3. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. രാത്രിയിൽ നിങ്ങൾ നന്ദിയുള്ള 5 കാര്യങ്ങൾ എഴുതുക. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുൻപ് ഒരു ബുക്കെടുത്ത് എഴുതുക. ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നന്ദി പറയുന്നത്? അത് ചിലപ്പോൾ ഒരു നല്ല സംസാരമായിരിക്കാം, ചെറിയൊരു ജോലി പൂർത്തിയാക്കിയതാകാം, അല്ലെങ്കിൽ ഇന്നത്തെ സമാധാനപൂർണമായ പ്രഭാതം തന്നെയുമാകാം. നിങ്ങളിത് എഴുതുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് നന്ദിയാൽ നിറയാൻ തുടങ്ങുന്നു. നിങ്ങൾ നന്ദിയോടെ ഉറങ്ങുമ്പോൾ രാത്രി മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ കാര്യങ്ങളെ തന്നെ ആകർഷിക്കാൻ തിരക്കിലായിരിക്കും. ഈ 3 ടൂളുകൾ നിങ്ങൾ നന്ദിയോടൊപ്പം ചേർത്തുപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം മാത്രമല്ല, നിങ്ങളുടെ ജീവിതം മുഴുവൻ വേഗത്തിലാകുന്നു. കാര്യങ്ങളെല്ലാം വളരെ അനായാസമായി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു. പ്രപഞ്ചം നിങ്ങളുടെ ജീവിതത്തിന് പച്ചക്കൊടി കാണിച്ചതുപോലെ. അതിനാൽ സുഹൃത്തുക്കളെ, പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരു സന്ദേശം അയയ്ക്കുക. ഞാൻ തയ്യാറാണ്, ഞാൻ നന്ദിയുള്ളവനാണ്. എല്ലാ ദിവസവും രാവിലെ വെറും 21 തവണ നന്ദി പറയുക. എന്നിട്ട് അവസരങ്ങളും സമൃദ്ധിയും അത്ഭുതങ്ങളും നിങ്ങളെ തേടി ഓടിയെത്തുന്നത് കാണുക. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ വെറുതെ കേട്ടുപോകരുത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റിൽ ഞാൻ നന്ദിയുള്ളവനാണ് എന്നെഴുതുക. നിങ്ങളുടെ ഏറ്റവും അടുത്ത 3 പേർക്കെങ്കിലും ഇത് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾ മറ്റൊരാളുടെ ഊർജ്ജം ഉയർത്തുമ്പോൾ പ്രപഞ്ചം നിങ്ങളുടെ ഊർജ്ജം 100 മടങ്ങ് വർദ്ധിപ്പിച്ച് തിരികെ നൽകുന്നു. നിങ്ങളുടെ ചിന്താഗതിയും ഭാവിയും ആത്മാവും മാറ്റാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് മൂല്യം ലഭിക്കുന്നുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.